സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവിടെ ജീവിക്കാൻ ഇപ്പം പേടിയാണ്. കാരണം ഉണ്ടല്ലോ, നമ്മളെ ചുറ്റുപാട് എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. നിസാര കാരണങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ വയലൻ്റ് ആവുക, നമ്മളെ കുട്ടികൾ വയലൻ്റ് ആകുക, നമ്മുടെ സമൂഹം വയലൻ്റ് ആകുക. എന്താടോ കഥ? ഇത് നിങ്ങൾ കേട്ടില്ലേ? ഒരു ഫേസ് ക്രീം അമ്മ മാറ്റി വെച്ചതിന് മകള് അമ്മയുടെ വാരിയല് തല്ലി ഒടിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? നടന്നതാടോ, ഒന്ന് കേട്ടു നോക്കിയേ. ഫേസ് ക്രീം മാറ്റിവെച്ചതിന് മകൾ അമ്മയുടെ വാരിയലിന് തല്ലി ഒടിച്ചു. എറണാകുളം പനങ്ങാട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. അമ്മയെ ആക്രമിച്ച നിവ്യ മുമ്പും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അമ്മയുടെ വാരിയലിന് തച്ചുടച്ച പ്രതിയുടെ പടമാണ് ഈ കാണുന്നത്. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ശ്യാമ്, സാധാരണ പെൺമക്കളോടൊക്കെ മുഖത്ത് വല്ലതും തേക്കാൻ പറഞ്ഞാണ് അമ്മമാര് കയർക്കാറുള്ളത്. ഇത് തേക്കാനുള്ള ലേപനം മാറ്റി വെച്ചതിന്റെ പേരിൽ അമ്മയുടെ വാരിയലിന് തല്ലി ഒടിച്ചു എന്ന് കേട്ടിട്ട് തന്നെ അത്ഭുതം തോന്നുന്നു. അതെ ബിജി, മർദ്ദിക്കാനുള്ള ഒരു കാരണം എന്നുള്ള നിലയിൽ ആ വിഷയം ഉപയോഗപ്പെടുത്തി മകൾ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താടത്? ഇവരിപ്പോൾ പറഞ്ഞോണം തന്നെ സാധാരണ മക്കൾ സൗന്ദര്യമൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് അമ്മമാർ താല്പര്യപ്പെടുന്നത്. പക്ഷേ ഈ വീട്ടിൽ അമ്മ ഈ ഒരു ക്രീം മാറ്റിയെടുത്തു, ഫേസ് ക്രീം മാറ്റി വെച്ചു. അതിൻ്റെ പേരിൽ മകൾ അമ്മയെ വാരിയിൽ തല്ലിയങ്ങ് ഒടിച്ചു. നമുക്കറിയാൻ പറ്റിയത് ഈ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളാണ്. ഈ മകളും ഈ അമ്മയും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളാണ്. മകളെ മുഖത്ത് തേക്കുന്നത് കൊണ്ട് എടുത്ത് മാറ്റിയതൊന്നുമല്ല. എന്തെങ്കിലും തേച്ചിട്ട് മകൾ അപകടത്തിൽ പെടണ്ട എന്ന ഉദ്ദേശത്തിൽ മാറ്റി വെച്ചതൊന്നുമല്ല. മകളോടുള്ള ദേഷ്യം കൊണ്ട് അല്ല, എന്തോ ഒരു പ്രശ്നം. അമ്മയും മകളും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ പേരിൽ അമ്മ ആ ഒരു പ്രൊഡക്റ്റ് മാറ്റി വെച്ചു. അപ്പം ഈ മകൾ എന്ത് ചെയ്ത് അമ്മയുടെ വാരിയിൽ തല്ലി അങ്ങ് ഒടിച്ചു വെച്ചു. ഈ പെണ്ണ് ആളത്ര വെടിപ്പല്ല. കാരണം ഒരുപാട് ക്രിമിനൽ കേസുകളിലൊക്കെ പങ്കെടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ആൾക്കത്ര വലിയ പ്രശ്നമൊന്നുമില്ല. വലിയ കൂളായിട്ട് തന്നെയാണ് ആളിപ്പോഴും ഉള്ളത്. വലിയ എന്തോ സംഭവമൊക്കെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ പിന്നെ നമ്മൾ പിന്നെ അവരെ കാണുമ്പോൾ അവർ രാജകീയ പദവിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ്, എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പിന്നെ ആൾ മയക്കുമരുന്നിൻ്റെയും മറ്റു കാര്യത്തിൻ്റെയൊക്കെ അടിമയാണോ എന്നുള്ള തരത്തിലും ഇപ്പോൾ സംശയമുണ്ട്. പിന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു മകൾ എത്രയും വളർത്തി വലുതാക്കി അമ്മ എത്രത്തോളം തന്നെ തെറ്റ് ചെയ്താലും വഴക്ക് പറഞ്ഞാലും, എങ്ങനെ ഒരമ്മ മക്കളെ വഴക്ക് പറയുകയാണെങ്കിൽ വെറുതെ പറയില്ലല്ലോ. അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ്. മകളുടെ ദുർനടപ്പ് കാരണമാണ് അമ്മ മകളെ വഴക്ക് പറയുന്നത്. പെൺകുട്ടിയല്ലേ, നല്ല രീതിയിലൊരു ഭർത്താവിനൊക്കെ കൂടെ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ്. അമ്മ തീർച്ചയായിട്ടും ഈ മകളെ ദുർനടപ്പ് കാണുന്നേരം വഴക്ക് പറയുകയും മകളെ ശകാരിക്കുകയും പിന്നെ ചിലപ്പം ഭക്ഷണം കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. കാരണം അവരെ വേദന അവർക്കല്ലേ അറിയുള്ളൂ. ഒരു അമ്മയ്ക്കല്ലേ അമ്മയുടെ വേദന മനസ്സിലാവുള്ളൂ. അപ്പം ഈ മകളുമായിട്ട് നിരന്തരം വഴക്കുണ്ടാക്കും. മകൾ സാധനമൊക്കെ വലിച്ചെറിയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും. എങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുമെന്ന് ഈ അമ്മ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. അപ്പം മകളെ ഈ പെരുമാറ്റത്തിൽ നിന്ന് മാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് ഈ അമ്മ മകളെ വഴക്ക് പറയുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പ്രൊഡക്റ്റ് അങ്ങ് മാറ്റി വെച്ചു. അത് അവർക്ക് ഒട്ടും പിടിച്ചില്ല. കാരണം ജീവിതത്തിൽ വേറെ ഒന്നുമില്ലെങ്കിലും പിന്നെ ഫേസ് ക്രീമും ഫേസ് പാക്കൊക്കെ വേണം, സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടു പോകണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പം അമ്മയാണെന്നൊന്നും നോക്കിയില്ല, അടിച്ചങ്ങ് വീഴ്ത്തി. വാരിയെല്ലൊക്കെ തകർന്ന് ഉടഞ്ഞു. അതിലൊന്നും മോൾക്കൊരു മനസാക്ഷിയില്ല. പിന്നെ ഫേസ് ക്രീം കിട്ടി. അമ്മ ഫേസ് ക്രീം വെച്ച സ്ഥലം പറഞ്ഞു അത് കിട്ടി. മുഖത്ത് വാരി തേച്ചാരാണ് മകൾക്ക് ഒരു സമാധാനമുണ്ടായത്. അമ്മയുടെ വേദനയൊന്നും അവൾക്കൊരു പ്രശ്നമില്ല. അവൾക്ക് ആ സമയത്ത് ഫേസ് ക്രീം കിട്ടണം, അത് തേക്കണം. അത് തേച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായി കഴിഞ്ഞപ്പോൾ ആൾ കൂളായി.